ഇവിടെ ഒരു പ്രാവശ്യമല്ല ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ തവണ. എന്ന് വെച്ചാൽ എന്താണ്? മെഷേഴ്സ് പെയിൻ ലെവൽസ് യൂസിങ് എ ന്യൂമറിക് പെയിൻ സ്കെയിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ അഡ്മിനിസ്ട്രിങ് എ ന്യൂ അനാൽജസിക്. ഇവിടെ ഓപ്ഷൻ ബി ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, ഓപ്ഷൻ സി ഈസ് ക്വാളിറ്റേറ്റീവ്, ഓപ്ഷൻ ഡി ഈസ് കോറിലേഷണൽ. ഇതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ സംഗതിയാണ് അല്ലേ. ഫിനോമിനോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൈവ്ഡ് എക്സ്പീരിയൻസ് അല്ലേ. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ റീസെന്റ് ആയിട്ട് സൗദി പ്രൊമട്രി എക്സാംസിന് ചോദിച്ച റിസർച്ചിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ അതിൽ ഞാൻ ചോദിച്ചിരുന്നു അല്ലേ, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിരുന്നു, റിസർച്ച് എന്നുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്ന് കമന്റ് ചെയ്തിരുന്നു. സോ ബേസിക്കലി നമുക്ക് ഖത്തർ എക്സാം അതുകൂടാതെ സൗദി പ്രൊമട്രി എക്സാമിനൊക്കെ ഈ റിസർച്ചിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ആക്ച്വലി റിസർച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയുള്ളത് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും കംപ്ലീറ്റ് സ്കോറും, അതായത് റിസർച്ചിലെ ഫുൾ ക്വസ്റ്റ്യൻസും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് റീസെന്റ് ആയിട്ട് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് when a nurse researcher collects data at more than 1 point കേട്ടോ, at more than 1 point over an extended period, which design is applied കേട്ടോ. ഇത് ബേസിക്കലി റിസർച്ച് ഡിസൈൻ അല്ലെ, റിസർച്ച് ഡിസൈൻ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നഴ്സ് റിസർച്ചർ ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. എപ്പോഴാണ്? അറ്റ് മോർ ദാൻ 1 പോയിന്റ്. അതായത് ഇത് ഒരു പോയിന്റ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ്, ഇത് 2 പോയിന്റ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ്, ഇത് 3 പോയിന്റ് ഓഫ് ഡേറ്റ കളക്ഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഒരു പ്രാവശ്യമല്ല ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ തവണ. എന്ന് വെച്ചാൽ എന്താണ്? കുറേ നേരം അല്ലെ, കുറേ നാള് എന്താ അവിടെ ഡേറ്റ കളക്ട് ചെയ്തു. 1, 2, 3, 4ാമത്തെ പോയിന്റിൽ, 5ാമത്തെ പോയിന്റിലൊക്കെ അവിടെ ഡേറ്റ കളക്ട് ചെയ്തേക്കാണല്ലേ. 1ാമത്തെ പോയിന്റിൽ, 2ാമത്തെ പോയിന്റിൽ, 3ാമത്തെ, 4ാമത്തെ, 5ാമത്തെ പോയിന്റിലൊക്കെ ഡേറ്റ കളക്ട് ചെയ്തേക്കാണല്ലേ. സോ അങ്ങനെയാണെങ്കിൽ അത് ഏത് ടൈപ്പ് അല്ലെ, ഏത് ഡിസൈൻ ആണ് ഇവിടെ അപ്ലിക്കബിൾ ആയിട്ട് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തത് ഓപ്ഷൻ എ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ, ഓപ്ഷൻ ബി ഈസ് ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ, ഓപ്ഷൻ സി ഈസ് എക്സ്പ്ലോറേറ്ററി ഡിസൈൻ, ഓപ്ഷൻ ഡി കോറിലേഷണൽ ഡിസൈൻ. എന്തായിരിക്കാം നോക്കിയേ, പറഞ്ഞിട്ടുണ്ടല്ലേ ഒന്നിൽ കൂടുതൽ തവണ, ഒന്നിൽ കൂടുതൽ പോയിന്റ് ഓഫ് ടൈമിൽ ഡേറ്റ കളക്ട് ചെയ്തേക്കണം. അപ്പൊ എന്തായിരിക്കും ഇത്? എന്താ ഒരു ലോങ് ആയിട്ടുള്ള ലൈൻ ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസൈൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നോക്കി, എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുക? ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിനോമിനെ അല്ലെങ്കിൽ ഒരു ഡിസീസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നു. അതിനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ എന്ന് പറയുക. സി എന്താണ്? എക്സ്പ്ലോറേറ്ററി ഡിസൈൻ അല്ലെ. എന്താണ് എക്സ്പ്ലോറേറ്ററി ഡിസൈൻ എന്ന് പറയുക? എക്സ്പ്ലോറേറ്ററി ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് എസ്പെഷ്യലി പുതുതായിട്ടൊരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടായി. ഇപ്പൊ നമ്മൾ COVID-19 ഒക്കെ ആദ്യമായിട്ടുണ്ടായപ്പോൾ നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ എന്താണ്? നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് പോവല്ലേ. സോ അതിനാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി ഡിസൈൻ എന്ന് പറയുക. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചില കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിയിട്ട് സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ കോറിലേഷൻ റിസർച്ച് ഡിസൈൻ എന്ന് പറയുക. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ഡിസൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ സാധാരണ മിക്കവാറും ഒക്കെ നമ്മുടെ കുട്ടികൾ എക്സാമിന് ചോദിക്കുന്നു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. നഴ്സ് നോട്ടീസസ് ആൻ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് പ്രഷർ അൾസേഴ്സ്. എന്താണ് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് പ്രഷർ അൾസേഴ്സ് in ICU patient despite regular repositioning? റെഗുലർ ആയിട്ട് നമ്മൾ പറയാറുണ്ട് 2 hourly പൊസിഷൻ ചേഞ്ച് കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പൊ ഇവിടെയും റെഗുലർ ആയിട്ട് റീപൊസിഷനിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നേഴ്സ് എന്താ നോട്ടീസ് ചെയ്യുക? ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് പ്രഷർ അൾസർ ആണ്. ആരിലാണ്? ICU പേഷ്യൻസിൽ. ഷീ ഡിസൈഡ് ടു കണ്ടക്ട് എ സ്റ്റഡി ടു ഫൈൻഡ് ദ കോസ്. പുള്ളിക്കാരി എന്താണ് ഇതിന്റെ കോസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. വാട്ട് ഇസ് എ റിസർച്ച് പ്രോബ്ലം ഇൻ ദിസ് സിനാരിയോ? ഇവിടെ ഈ ഒരു സിനാരിയോയില് എന്താണ് റിസർച്ച് പ്രോബ്ലം ആയിട്ട് വരിക? ഓപ്ഷൻ എ, ഐഡന്റിഫൈ ദ പ്രഷർ അൾസർ ട്രീറ്റ്മെന്റ്, ബി ഇൻക്രീസ്ഡ് പ്രഷർ അൾസർ ഇൻസിഡൻസ് ഇൻ ICU പേഷ്യൻസ്, സി സ്റ്റാഫ് ഷോർട്ടേജ് ഇൻ ICU, ഓപ്ഷൻ ഡി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്തായിരിക്കും ഇവിടുത്തെ ഒരു റിസർച്ച് പ്രോബ്ലം ആയിട്ട് വരിക? അതായത് ഈ റീപൊസിഷനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവിടെ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് പ്രഷർ അൾസർ എന്നാണ് പറയുകയല്ലേ. അപ്പൊ എന്താണ് ഇവിടെ റിസർച്ച് പ്രോബ്ലം ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ ബി ആണല്ലേ. നോക്കിയാൽ ഇൻക്രീസ്ഡ് പ്രഷർ അൾസർ ഇൻസിഡൻസ് ഇൻ ICU പേഷ്യൻസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കിയേ, അപ്പൊ ഓപ്ഷൻ ബി കേട്ടോ, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, റിസർച്ചർ
measures pain levels using a numeric pain scale before and after administering a new analgesic. ഇവിടെ ഒരു ന്യൂ അനാൾജസിക് കൊടുക്കുന്നതിന് മുന്നേ എന്താ ചെയ്യുക, റിസർച്ചർ പെയിൻ ലെവൽ മെഷർ ചെയ്യുകയാണ് കേട്ടോ, ബിഫോർ ആഫ്റ്റർ കേട്ടോ. ഒരു മെഡിസിൻ അനാൾജസിക് കൊടുക്കുന്നതിന് മുന്നേ അസസ് ചെയ്യുന്നുണ്ട്, അനാൾജസിക് കൊടുത്തതിന് ശേഷവും പെയിൻ ലെവൽ മെഷർ ചെയ്യുന്നുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് ദിസ്? ഇത് ഏത് ടൈപ്പ് റിസർച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിയേ, ഓപ്ഷൻ എ ക്വാളിറ്റേറ്റീവ്, ഓപ്ഷൻ ബി ഈസ് എക്സ്പ്ലോറേറ്ററി, ഓപ്ഷൻ സി ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, ഓപ്ഷൻ ഡി ഈസ് ഫിനോമിനോളജിക്കൽ. എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇവിടെ ഒരു അനാൾജസിക്ക് നമ്മൾ ഇവിടെ കൊടുത്തു, അനാൾജസിക്ക് കൊടുക്കുന്നതിന് മുന്നേയും അല്ലെ, അനാൾജസിക്ക് കൊടുത്തതിന് ശേഷവും ഇവിടെ പെയിൻ അസസ് ചെയ്തിരിക്കുകയാണ് അല്ലെ. സോ അതെന്തായിരിക്കാം? സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോക്കിയേ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ കേട്ടോ. ഇത് ഒരു ഓപ്ഷൻ സി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈനിന്റെ എക്സാമ്പിൾ ആണ്. നോക്കിയേ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈനിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എന്തായിരുന്നു? ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, എസ്പെഷ്യലി ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ കഴിയാത്ത, ഇപ്പം എക്സ്പീരിയൻസ്, ലൈവ്ഡ് ഫിനോമിനൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുക. എക്സ്പ്ലോറേറ്ററി ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ ബിഫോർ ആഫ്റ്റർ ഒക്കെ നമ്മൾ അസസ് ചെയ്യുകയാണ്, അത് ഒരു ക്വാണ്ടിറ്റി ആയിട്ട്, ഒരു വാല്യൂ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. വാട്ട് ഈസ് ഫിനോമിനോളജിക്കൽ റിസർച്ച്? എന്താണ് ഫിനോമിനോളജിക്കൽ റിസർച്ച് എന്ന് പറയുക? അതായത് ഫിനോമിനോളജിക്കൽ റിസർച്ച് ഇസ് ബേസിക്കലി എ ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഇവിടെ എന്താണ് ബേസിക്കലി നമ്മൾ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ സബ്ജക്ട്സിന്റെ ലൈവ്ഡ് എക്സ്പീരിയൻസ് കേട്ടോ, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ കേട്ടോ, ലൈവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഫിനോമിനോളജിക്കൽ റിസർച്ചിന്റെ എക്സാമ്പിൾ ആണ് ലൈവ്ഡ് കേട്ടോ, ലൈവ്ഡ് എക്സ്പീരിയൻസ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ക്വാണ്ടിറ്റേറ്റീവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. nurse conducts in-depth interviews കേട്ടോ. എന്താണ് nurse conducts in-depth interviews to explore how cancer patients cope emotionally with chemotherapy കേട്ടോ. എങ്ങനെയാണ് ക്യാൻസർ പേഷ്യന്റ് ഇമോഷണലി കോപ്പ് ചെയ്യുക വിത്ത് കീമോതെറാപ്പി? വിച്ച് റിസർച്ച് അപ്രോച്ച് ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്? ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന റിസർച്ച് അപ്രോച്ച് എന്താണ്? നോക്കിയാൽ ഓപ്ഷൻ ഈസ് എക്സ്പെരിമെന്റൽ, ഓപ്ഷൻ ബി ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, ഓപ്ഷൻ സി ഈസ് ക്വാളിറ്റേറ്റീവ്, ഓപ്ഷൻ ഡി ഈസ് കോറിലേഷൻ. ഇതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ സംഗതിയാണ് അല്ലേ. നോക്കിയേ, എന്താണ് ഇവിടെ ഒന്നാമത്തെ ക്ലൂ പറയുന്നുണ്ട്, ഇവിടെ ഇൻഡെപ്ത് ഇന്റർവ്യൂ ആണ് നേഴ്സ് കണ്ടക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? ടു എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആഴ്ന്നിറങ്ങുക അല്ലെ, ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് കേട്ടോ. എക്സ്പ്ലോർ ഹൗ ക്യാൻസർ പേഷ്യൻസ് കോപ്പ് ഇമോഷണലി. എങ്ങനെയാണ് ക്യാൻസർ പേഷ്യൻസ് കോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ്? ഇമോഷണലി അലോങ് വിത്ത് കീമോതെറാപ്പി. അപ്പൊ അതെന്തായിരിക്കും? എക്സ്പെരിമെന്റിലാണോ? ഇവിടെ എന്തെങ്കിലും പരീക്ഷണം നടത്തുന്നുണ്ടോ? എന്തെങ്കിലും ബിഫോർ ആഫ്റ്റർ എന്തെങ്കിലും കമ്പാരിസൺ നടത്തുന്നുണ്ടോ? ഇല്ല. ഇവിടെ നോക്കിയേ, എന്തെങ്കിലും അളന്ന് നമ്മൾ കുറിക്കുന്നുണ്ടോ? ഇല്ല. കോറിലേഷൻ നമ്മൾ വേറെ എന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഓപ്ഷൻ സി നോക്കിയാൽ, ഓപ്ഷൻ സി ക്വാളിറ്റേറ്റീവ് അല്ലെ. ഓപ്ഷൻ സി ക്വാളിറ്റേറ്റീവ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നോക്കിക്കേ, സ്റ്റഡി എക്സാമിൻസ് വെദർ ഹാൻഡ് ഹൈജീൻ എഡ്യൂക്കേഷൻ റെഡ്യൂസസ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് അല്ലെ. ഇവിടെ ഈ സ്റ്റഡി എന്താ ചെയ്യുക? ഈ ഹാൻഡ് ഹൈജീൻ എഡ്യൂക്കേഷൻ, നമ്മൾ ഹാൻഡ് ഹൈജീൻ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അല്ലെ, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എക്സാമിൻ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് നടത്തുക. ഇവിടെ വാട്ട് ഈസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ? ഇമ്പോർട്ടന്റ് ആണ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കുന്നതാണ്. ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താണ്? നോക്കിയേ, ഓപ്ഷൻ ഈസ് ഹാൻഡ് ഹൈജീൻ എഡ്യൂക്കേഷൻ, ബി ഈസ് നഴ്സ് നോളജ്, സി ഈസ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ റേറ്റ്, ഓപ്ഷൻ ഡി ഈസ് ട്രെയിനിങ് ഡ്യൂറേഷൻ. എന്തായിരിക്കാം? ഓക്കെ, ഇവിടെ ഹാൻഡ് ഹൈജീൻ എഡ്യൂക്കേഷൻ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫക്റ്റ് ആണല്ലേ, അല്ലെങ്കിൽ ഔട്ട്കമ്മിനാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുക അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത്? ഔട്ട്കം വേരിയബിൾ ആയിട്ട് വരുന്നത് എന്താണ്? യെസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അല്ലെ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ആണ് ഇവിടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരിക. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? യെസ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ഈ പറയുന്ന ഹാൻഡ് ഹൈജീൻ എഡ്യൂക്കേഷൻ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ കേട്ടോ. ഹാൻഡ് ഹൈജീൻ എഡ്യൂക്കേഷൻ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരിക. ഇവിടെ ഓപ്ഷൻ സി ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ റേറ്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, ദ റിസർച്ച് സ്റ്റേറ്റ്സ് nurses who receive stress management training will report lower burnout levels അല്ലെ. അതായത് nurses who receive stress management training കേട്ടോ, സ്ട്രെസ് മാനേജ്മെന്റ് ട്രെയിനിങ് റിസീവ് ചെയ്യുന്ന നഴ്സസിന് എന്താണ്? ലോവർ ബേർണൗട്ട് ലെവൽസ് ആണ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഓപ്ഷൻ ഈസ് റിസർച്ച് ഒബ്ജക്റ്റീവ്, ഓപ്ഷൻ ബി ഈസ് ഹൈപ്പോത്തിസിസ്,
ഓപ്ഷൻ സി ഇസ് അസംഷൻ, ഓപ്ഷൻ ഡി ഇസ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് അല്ലെ. ഇവിടെ പറയുന്നത് nurses who receive stress management training റിസീവ് ചെയ്യുന്ന നഴ്സസിന് ലോവർ ബേൺ ഔട്ട് ലെവലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക അല്ലെ. അതെന്തൊരു എക്സാമ്പിൾ ആണ്? യെസ്, അത് ഒരു ഹൈപ്പോത്തിസിസ് അല്ലെ. ഹൈപ്പോത്തിസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക? സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? കോസ് എന്താണ്? സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെ. സ്ട്രെസ് മാനേജ്മെന്റ് ട്രെയിനിങ് ആണ് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരിക. ഇഫക്റ്റ് അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ബേൺ ഔട്ട് ലെവൽസ് അല്ലെ. ഇതാണ് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുക അല്ലെ. സോ ഇത് തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന എന്താണ്? ലോവർ അല്ലെ. ബന്ധത്തെ കുറിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് പറയും? യെസ്, ഹൈപ്പോത്തിസിസ് എന്ന് പറയും. അപ്പോൾ അസംഷൻ എന്താണ്? അസംഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി പ്രൂഫ് നമ്മൾ പറയുന്ന സംഗതികളെയാണ് എന്താണ്? അസംഷൻ എന്ന് പറയുക അല്ലെ. റിസർച്ച് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്, അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുക? റിസർച്ച് ഒബ്ജക്റ്റീവ് എന്ന് പറയുക അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എന്താണ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുക? അതായത് നമ്മൾ ചെയ്യുന്ന റിസർച്ച് എന്ത് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നതിന്റെ ഒരു റെപ്രസെന്റേഷനാണ് നമ്മൾ എന്ത് പറയുക? കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറയുക. നോക്കിയാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേഷ്യൻസ് ആർ റാൻഡംലി അസൈൻഡ് ടു റിസീവ് either a new wound dressing or a standard dressing. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ അന്തസത്ത, ഈ ക്വസ്റ്റ്യന്റെ റൂട്ട് അറിയാമെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ പേഷ്യൻസ് ആർ എന്താ? റാൻഡംലി അസൈൻഡ്. പേഷ്യൻസിനെ റാൻഡം ആയിട്ട് അസൈൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? ടു റിസീവ് എ ന്യൂ wound dressing അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡ്രസ്സിംഗ് കേട്ടോ. രണ്ട് wound dressing ഉണ്ട്. ഒന്ന് ഒരു പുതിയ wound dressing, രണ്ടാമത്തേത് നമ്മൾ റുട്ടീൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഡ്രസ്സിംഗ്. വിച്ച് റിസർച്ച് ഡിസൈൻ ഈസ് ബീയിങ് യൂസ്ഡ്? ഇവിടെ എന്ത് റിസർച്ച് ഡിസൈൻ ആണ് യൂസ് ചെയ്യുക? ഓപ്ഷൻ ഈസ് ഡിസ്ക്രിപ്റ്റീവ്, ബി ഈസ് കോറിലേഷണൽ, സി ഈസ് എക്സ്പെരിമെന്റൽ, ഡി ഈസ് ഫിനോമിനോളജിക്കൽ. എന്തായിരിക്കും? നോക്കിയാൽ ഡിസ്ക്രിപ്റ്റീവ് ഞാൻ പറഞ്ഞു, ഇപ്പൊ പുതിയ കേസൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. കോറിലേഷണൽ എന്ന് പറയുമ്പോഴത്തേക്കാണ് എന്തെങ്കിലും ഒരു കാര്യം ബന്ധപ്പെടുത്തി പറയുന്നത്. ഫിനോമിനോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൈവ്ഡ് എക്സ്പീരിയൻസ് അല്ലെ. അപ്പോൾ ഇവിടെ റാൻഡമൈസേഷൻ ഒക്കെ വരുന്ന ഒരു റിസർച്ച് ഡിസൈൻ എന്താണ്? യെസ്, ഓപ്ഷൻ സി എക്സ്പെരിമെന്റൽ അല്ലെ. ഇവിടെ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കി, നഴ്സ് സെലക്ട്സ് എവറി ഫിഫ്ത്ത് പേഷ്യന്റ് അഡ്മിറ്റഡ് ടു ദ വാർഡ് ഫോർ ദ സ്റ്റഡി കേട്ടോ. പഠനത്തിന് വേണ്ടി എന്താണ്? നഴ്സ് ഓരോ ഫിഫ്ത്ത് പേഷ്യന്റിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. നഴ്സ് സെലക്ട്സ് എവറി ഫിഫ്ത്ത് പേഷ്യന്റ് അഡ്മിറ്റഡ് ടു ദ വാർഡ് ഫോർ ദ സ്റ്റഡി. വിച്ച് സാമ്പിളിംഗ് ടെക്നിക് ഈസ് യൂസ്ഡ്? ഇവിടെ എന്ത് സാമ്പിളിംഗ് ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? നോക്കിയാൽ എവറി ഫിഫ്ത്ത് പേഷ്യന്റ്, അതായത് എവറി കേത്ത് ഇൻഡിവിജ്വൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കും അല്ലേ. നോക്കിയാൽ ഓപ്ഷൻ എ ഈസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, ഓപ്ഷൻ ബി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ഓപ്ഷൻ സി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ഓപ്ഷൻ ഡി ഈസ് പേർപ്പസീവ് സാമ്പിളിംഗ്. നോക്കിയാൽ എവറി ഫിഫ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ. യെസ്, സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് എന്താ? സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ലൈക്ക് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ഓഫ് ദ റിസർച്ചർ. ഇപ്പോൾ സപ്പോസ് ഒരു ഹോസ്പിറ്റലിൽ ഡയബറ്റിക് OPD വരുന്നത് എല്ലാ ബുധനാഴ്ചയുമാണ്. അപ്പോൾ എന്താണ്? ഇവിടുത്തെ റിസർച്ചറിന്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് എല്ലാ ബുധനാഴ്ചയും വരുന്ന സാമ്പിൾസിന് നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടി എടുക്കുന്നു അല്ലെ. സിമ്പിൾ റാൻഡമൈസേഷൻ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോസസ് ഓഫ് റാൻഡമൈസേഷൻ നടക്കുന്നുണ്ട്. പേർപ്പസീവ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ഫെൽറ്റ് നീഡ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ പേർപ്പസ് ഓഫ് ദ സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാമ്പിൾസിനെ കളക്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് പേർപ്പസീവ് സാമ്പിളിംഗ്. ഇവിടെ ഓപ്ഷൻ സി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്ലഡ് പ്രഷർ മെഷീൻ ഗിവ്സ് കൺസിസ്റ്റന്റ് റീഡിങ്സ് അല്ലെ. ഇവിടെ കൺസിസ്റ്റന്റ് റീഡിങ്സ് ബട്ട് ഡസ് നോട്ട് റിഫ്ലക്ട് ദ പേഷ്യൻസ് ട്രൂ BP അല്ലെ. ഇവിടെ പേഷ്യന്റ് ശരിക്കുള്ള BP കിട്ടുന്നില്ല. പക്ഷെ എന്താണ്? എപ്പോഴും റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഏകദേശം സെയിം ആയിട്ടുള്ള അടുത്തുള്ള റീഡിംഗ് ഒക്കെയാണ് കിട്ടുക. ദിസ് ടൂൾ ലാക്സ്. ഈ ടൂളിന് എന്താണ് ലാക്ക് ചെയ്യുക? ഓപ്ഷൻ ഈസ് റിലയബിലിറ്റി, ബി ഈസ് വാലിഡിറ്റി, സി ഈസ് ഒബ്ജക്ടിവിറ്റി, ഡി ഈസ് പ്രിസിഷൻ. എന്താണ്? അതായത് കൺസിസ്റ്റന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ നമുക്ക് സെയിം വാല്യൂ കിട്ടുന്നുണ്ട്, പക്ഷേ പേഷ്യന്റിന്റെ ട്രൂ ആയിട്ടുള്ള BP കിട്ടുന്നില്ല. അപ്പോൾ ഈ ടൂളിൽ എന്താ ഇല്ലാത്തത്? യെസ്, വാലിഡിറ്റി ഇല്ല അല്ലെ. പക്ഷേ റിലയബിലിറ്റി ഉണ്ട്, കാരണം അത് കൺസിസ്റ്റന്റ് ആയിട്ട് റീഡിംഗ് തരുന്നുണ്ട്. പക്ഷെ എന്താണ്? വാലിഡിറ്റി ഇല്ല. അതായത് പേഷ്യന്റ് ശരിക്കുള്ള ട്രൂ ആയിട്ടുള്ള BP നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഈ ടൂളിന് വാലിഡിറ്റി ആണ് ഇല്ലാത്തത്. എന്താ ഉള്ളത്? റിലയബിലിറ്റി ഉണ്ട് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയാൽ ചേഞ്ചസ്
പ്രാക്ടീസ് ആഫ്റ്റർ റിവ്യൂവിംഗ് മൾട്ടിപ്പിൾ റിസർച്ച് സ്റ്റഡീസ് സപ്പോർട്ടിംഗ് ദ ന്യൂ മെത്തേഡ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ശരിക്കും ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ഒരു സെറ്റിംഗിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ വർക്ക് ചെയ്യുന്ന സെറ്റിംഗ്സിൽ നിങ്ങളും അങ്ങനെ ചെയ്യണം. പക്ഷെ എന്താണ്, നമ്മൾ പ്രോപ്പറായിട്ട് ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി റിസർച്ച് സ്റ്റഡീസ് ഒക്കെ റിവ്യൂ ചെയ്തതിന് ശേഷം ആവണം എന്ത് ചെയ്യുക, പ്രാക്ടീസിലൊക്കെ ചേഞ്ചസ് വരുത്താൻ അല്ലേ. സോ ഇത് എന്താണ് ദിസ് ബെസ്റ്റ് ഡിസ്ക്രൈസ്, ഇത് ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ് നോക്കിയാൽ ഓപ്ഷൻ ഈസ് ക്വാളിറ്റി അഷുറൻസ്, ബി ഈസ് നഴ്സിംഗ് ഓഡിറ്റ്, സി ഈസ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, ഓപ്ഷൻ ഡി ഈസ് പിയർ റിവ്യൂ. എന്താണ് ഇവിടെ നോക്കിയാൽ നമ്മൾ മൾട്ടിപ്പിൾ റിസർച്ച് സ്റ്റഡീസ് റിവ്യൂ ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ചേഞ്ചസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെ. ഇതെന്താണ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിന് എക്സാമ്പിൾ ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നോക്കിയാൽ എന്താണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുക, എസ്പെഷ്യലി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ക്വാളിറ്റി ആയിട്ടാണോ നമ്മുടെ നഴ്സിംഗ് കെയർ കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുക. നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നഴ്സിംഗ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു അഷുറൻസിനാണ് നമ്മൾ എന്ത് പറയുക, നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറയുക. പിയർ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പിയർ റിവ്യൂ എന്ന് പറയുക. ഇവിടെ ഓപ്ഷൻ സി എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്ന നഴ്സിംഗ് റിസർച്ചിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊമട്രിക് ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ടോപ്പിക് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, നമ്മൾ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ജിസ് അക്കാഡമിയിൽ GCCയുടെ എല്ലാ കൺട്രീസിലേക്കും ഉള്ള ലൈസൻഷ്യർ എക്സാമിൻ്റെ ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും കേട്ടോ നിങ്ങളുടെ സ്വപ്നമൊക്കെ ഫുൾഫിൽ ആകട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.